ലീല ടിപ്സ് ആൻഡ് ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മീനൊക്കെ വെട്ടി ഒന്ന് കറി വെക്കണം. അന്നേരത്തേനും ബാക്കിയുള്ള പണികളൊക്കെ ഇന്ന് കുഞ്ഞിയും ചേട്ടാച്ചനെയും കൂടെ ഏൽപ്പിക്കുക. തുണിയെല്ലാം മെഷീനകത്ത് കഴുകിയിട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വിരിച്ചിടണം. ഞാൻ അരി ഇട്ടേച്ച് മീൻ വെട്ടാൻ പോവാ. പെരക്കാവൊക്കെ ഒന്ന് തൂത്തു അരി ഇട്ടേക്കണം. ഞാൻ തൂത്തോ? പറയാതെ തന്നെ ചെയ്തോ ഇന്ന്? ലാസ്റ്റ് തുണിയും വിരിച്ച് തീർന്നു. ഇപ്പൊ എനിക്ക് എക്സാം ആയതുകൊണ്ട് കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട്. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ്റിയതൊക്കെ. അതെ, വന്നേ പണിയെടുത്തിട്ട് പഠിച്ചാൽ മതി. എനിക്ക് പഠിക്കാറുണ്ട്, എക്സാം ലക്കുണ്ടായിരുന്നു. ഇത് രണ്ടും ഉണ്ടായിരുന്നുള്ളൂ പണി, തൂക്കാനും തുണി വിരിക്കാനും. ഇനി എത്ര പരീക്ഷയും കൂടെ ഉണ്ട് തീരാൻ? 4 ഉണ്ട്. 4 പരീക്ഷയും കൂടെ, അത് കഴിഞ്ഞെടുത്ത പണി തരാം. മഴക്കാലമൊക്കെ കഴിഞ്ഞപ്പോഴേ വെയിലൊക്കെ വന്നപ്പോഴത്തേക്ക് നല്ല രസമുണ്ട് കാണാൻ. ഏലവും എല്ലാം കൂടെ നിൽക്കുന്നേ. ഇപ്പൊ കിളിമീനാണല്ലോ അച്ചുമ്മച്ചിക്ക് കുറെ നേരത്തെ പണിയുണ്ടല്ലോ. അയലയുണ്ട്. ഈ കിളിമീൻ നമുക്ക് വറക്കാം. അയല നമുക്ക് കറിയും വെക്കാം. ഓക്കെ, മീൻ വെട്ടലാണോ? മീൻ വെട്ടാതെ കറി വെക്കാൻ പറ്റിയല്ലോ. തമാശ. അല്ലെ ഞാൻ കറി മീൻ വെട്ടാതെ കറി വെച്ച് തരട്ടെ? വേണ്ട, വെട്ടിക്കോ. ഞാൻ വെട്ടുന്ന കാണാനായിരുന്നല്ലേ? ഞാനും മീൻ വെട്ടണം, പഠിക്കണം ഇനി. മീൻ വെട്ടിക്കോ. വേണ്ട, കുറച്ച് നാളും കൂടെ കഴിഞ്ഞു മതി. അതിന് ഇപ്പൊ 8ാം ക്ലാസ്സിൽ പഠിക്കുമല്ലേ, അന്നേരം മീനൊക്കെ വെട്ടാം. അതൊന്നും വേണ്ട. അമ്പടാ, വെള്ളത്തിലേ ഇട്ടേക്കുന്നേ. ഉപ്പുവെള്ളം. മീനേ കൊണ്ടുവന്നപ്പോഴേ ഞാൻ ഉപ്പുവെള്ളത്തിൽ ഇട്ടു. എന്നുവെച്ചിനി മീൻ വെട്ടി ഇടുന്നതും ഉപ്പുവെള്ളത്തിലോട്ട് തന്നെ. അങ്ങനെ കിടക്കുമ്പോഴേ മീനിന്റെ ഉളുമ്പിറങ്ങും. പിന്നെ ഇച്ചിരി തുള്ളി വിനാഗിരിയും കൂടെ ഒഴിച്ച് അങ്ങ് കഴുകണം. ഉപ്പുവെള്ളത്തിൽ ഇട്ടിട്ട് വിനാഗിരിയും കൂടെ ഒഴിച്ച് കഴുകാമെങ്കിലുണ്ടല്ലോ മീനിന്റെ ഉളുമ്പെല്ലാം ഇറങ്ങിപ്പോക്കോളും. കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലേ? വറക്കാനുള്ളതേ പുരട്ടി വെക്കാല്ലേ? മുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി. വിശക്കാൻ തുടങ്ങിയില്ലേ? ഞാൻ ബേക്കറി ഐറ്റം എല്ലാം തീർക്കും. വിശക്കാൻ തുടങ്ങിയോ? കഞ്ഞി വേകുന്നതേ ഉള്ളിന്ന്. എന്നാ ഞാൻ അതെല്ലാം തീർക്കാൻ പോവാ. അവിടെ ചക്ക വറുത്തതോ കപ്പ വറുത്തതോ പിന്നെ വാഴക്ക വറുത്തതോ ഒക്കെ ഇരിപ്പുണ്ടോ? എടുത്ത് തന്നെ ചമച്ച് ഇത് തിരുമ്മി വെച്ചേ. എല്ലാം സെറ്റാക്കിക്കോ. മീനും കൂടെ കറി വെക്കാം. പോപ്പി, മടുത്തു, ശകലം കാപ്പി വെച്ച് തരുവോ? അതും മധുരം ഇടാത്ത കാപ്പിയല്ലേ? അത് വേണ്ട, എനിക്ക് മധുരമുള്ള കാപ്പി മതി. എന്നാ പണിയായിരുന്നു? പഠിച്ചോ? പറമ്പിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പറമ്പിൽ പോയിട്ട് കൊള്ളായിരുന്നേ, മടുത്തേ. നീ ഒന്ന് കുളിക്കണം, അമ്പലത്തിൽ പോകണ്ടേ? ഘോഷയാത്ര വരുമ്പോഴത്തേനും താഴോട്ട് പോകാം. കുളിച്ച് റെഡി ആയിക്കോ. ഞാനേ മീനൊക്കെ വെട്ടി നല്ലപോലെ തിരുമ്മി വെച്ചതാ. ഇനി വറക്കാൻ അടുത്ത ആളിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അമ്മ പറഞ്ഞ നീ വറക്കുമെന്ന് പറഞ്ഞ വറുത്തോ? മീൻ വറുത്തു, കിളിമീൻ വറുത്തു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാ കിളിമീനും ചൂര. ആണോ? കുഞ്ഞാണ്ടല്ലോ മസിൽ പിടിച്ചിരിക്കുന്നുണ്ടോ? കഴിച്ചാലോ? കഴിച്ചേക്കാം അല്ലേ? എന്താ ഒരു മൂഡൗട്ടാ. അതെയല്ലേ? കിളിമീൻ വറുത്തു. പിന്നെ കറി എന്നാ? കറിമീൻ അയലക്കറി. അയലക്കറിയും കിളിമീൻ വറുത്തു, വാഴക്കായും പയറും തോരൻ. പിന്നെ നല്ല കാന്താരി. പോരെ, എന്നാ പിന്നെ എല്ലാം കൂടെ വിളമ്പിക്കോ. പിന്നെ ധാരാളം. കപ്പ തീർന്നു. എങ്ങനെയുണ്ട്? കഴിച്ചു നോക്കട്ടെ. ചൂടുണ്ട് കേട്ടോ, ചെറിയ ചൂടുണ്ട്. അടിപൊളി. എങ്ങനെയുണ്ട് കുഞ്ഞി? കിളിമീൻ ഫ്രൈ എങ്ങനെയുണ്ട്? കുഞ്ഞിക്ക് മുള്ളുള്ള മീനൊന്നും കുഞ്ഞിക്ക് ഇഷ്ടമല്ല. ഭയങ്കര പാടല്ലേ മുള്ളൊക്കെ കളഞ്ഞിട്ട്. അത് ശരിയാ. മുള്ളുള്ള മീൻ ഇവർക്ക് കൊടുത്ത ഒരു കാര്യമുണ്ട്, പകുതി അവിടെ വെച്ചേക്കും.
ആ അതിന് നടുവ് മാത്രം ഞുള്ളി തിന്നേച്ച് ബാക്കി അവിടെ വെക്കും. ഉള്ളാന്ന് പറയും. അല്ല കഷ്ണം മീനാണ് ഇത് കൊള്ളാം, നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമൊക്കെ ഇരിപ്പുണ്ടല്ലോ. കാന്താരി കാന്താരി അച്ചാറ്, കാന്താരി അരച്ചത്, ഇരിക്കുന്നു വെളുത്തുള്ളി. വെളുത്തുള്ളി. അതെ, നമ്മുടെ പറമ്പിൽ സൂപ്പർ സാധനം. കാന്താരി പറിക്കാറായില്ലേ? പിന്നെ കുറേ കാന്താരി ദിവസമായി. പറിക്കാറായി, കായ എടുക്കാറായി. കായ ഞാൻ നോക്കിയപ്പോൾ 7 കായ ഉള്ളതിനകത്തൊക്കെ 1-2 ഒക്കെ പഴമായി. നമ്മുടെ ആ കായുള്ളിടത്ത് എടുക്കാറായിട്ടുണ്ട് ഇപ്പൊ. എടുക്കാറായി വരുന്നു. നമുക്ക് ഉടനെ എടുത്തേക്കാൻ കേട്ടോ. നിങ്ങളുടെ ഞാനത് ഇന്ന് പകലിരുന്ന് ഓർത്തു കായ എടുക്കാറായിരുന്നു. കാന്താരിയുടെ ഭാഗത്തോട്ടൊന്നും പോയില്ല, അതുകൊണ്ട് കാന്താരിയുടെ അവസ്ഥ അല്ല അറിയത്തില്ല. മറ്റേ നിങ്ങളുടെ കായ എടുപ്പെല്ലാം തീർന്നോ അവിടുത്തെ? ആ. തീർന്നോ? എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മളെ എടുത്താലോ? എല്ലാരും എടുക്കുന്ന കണ്ടിട്ടുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുന്നതാന്ന് തോന്നുന്നു. അതെ, 2 കായെങ്കിൽ 2 കായ എടുത്തേക്കാന്ന് പറഞ്ഞ പോലെ. അല്ല ഇതെന്നാ നാളെ കുഞ്ഞി? വേണേ പോയി എടുക്കായിരുന്നല്ലോ. വെളുത്തുള്ളി വെളുത്തുള്ളി വേണോ? ഇന്നലെ അവിടെ ഇല്ലെങ്കിൽ കൊണ്ടുപോകാൻ. വെളുത്തുള്ളി എടുത്ത് ഊതുമേ. വെളുത്തുള്ളി അച്ചാർ നല്ല സൂപ്പറാണ് കേട്ടോ. ഇത് നിറയെ ഇട്ടതായിരുന്നു, അത് തീർന്നല്ലേ? അപ്പം ഫിഷ് ഫ്രൈയും എല്ലാം കൂടെ കൂട്ടി നല്ല അടിപൊളി ഒരു ഡിന്നർ. അല്ല, ഈ തോരൻ കറി നമ്മൾ മാത്രമേ കൂട്ടിയുള്ളൂ എന്ന് എനിക്കൊരു സംശയം. അല്ല, ഞാൻ ഉച്ചയ്ക്ക് അവിടുന്ന് കഴിച്ചായിരുന്നു, അതുകൊണ്ട് ഇന്ന് കഴിച്ചിട്ട്. ഇവനോട് ഉച്ചയ്ക്ക് ചോറുണ്ടില്ലോ ചെയ്യുന്നത്. ആ. അപ്പം പിന്നെ ഇവന്മാരുടെ രണ്ടിനെയും കൂട്ട് അറിയാമല്ലോ. ഞാനൊന്ന് നിറച്ചു തിന്നു, രണ്ട് തവണ വാങ്ങിച്ചു തിന്നായിരുന്നു. അതല്ലേ, അമ്പലത്തിലൊക്കെ ചെല്ലുമ്പോ ഈ വാഴക്കായും പേറും കൂടെ ഒക്കെ കറി വെച്ച് കിട്ടുവാണെങ്കിൽ എന്നാ ടേസ്റ്റാ. അതെ, ഒരു അച്ചാറും ആ, ഒരു ചെറിയ സാമ്പാറും അല്ലേ. നമ്മള് വീട്ടിൽ വെച്ച എന്നാണേലും അങ്ങനെ ആകത്തില്ല. ഞാനത് കൂടുതൽ തിന്നു. അതെല്ലേ. ഞാൻ ഉച്ചയ്ക്ക് ചോറ് കുറച്ചിട്ട് ഇതാ കൂടുതൽ തിന്നത്. അതാ ചോറും ഇത് വന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.